എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളതാണ്. കാരണം ഇന്നത്തെ കാലഘട്ടം അത് വളരെയധികം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന്. കോർപ്പറേറ്റിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. The future of any company critically depends on how it is viewed by the key stakeholders such as shareholder, investor, customer, consumer, employee and members of the community in which the company operates. One of the key tasks of a business organization is to constantly communicate with its stakeholders. Corporate communication practitioners in a company manage and execute communication program to build and nurture relationship with stakeholders. സ്റ്റേക്ക് ആയിട്ടുള്ള വ്യക്തികൾ, അതായത് ഷെയർ ഹോൾഡർ ആവാം, എംപ്ലോയി ആവാം, കമ്പനി ഒഫീഷ്യൽസ് ആവാം, ആര് തന്നെ ആയാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ അനലൈസ് ചെയ്യലാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ CC എന്നാണ് വിളിക്കുക. എസെൻഷ്യലി ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂഡ് by a corporate or organization to all its public. Public here can be both internal and external. Corporate communication serves as a link between an organization and its public. ജനങ്ങൾക്കിടയിൽ, പബ്ലിക് എന്ന് വെച്ചാൽ ജനങ്ങൾ എന്നുള്ള അർത്ഥമാണ് സാധാരണ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാറ്. പക്ഷെ ഇവിടെ പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ജനങ്ങൾ എന്നുള്ളൊരു വാക്കല്ല. അല്ലെങ്കിൽ വാട്ട് ഈസ് പബ്ലിക് എന്ന് ചോദിച്ചാൽ ഇവിടെ പബ്ലിക് എന്ന ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. പബ്ലിക് തന്നെ രണ്ട് പബ്ലിക് ഉണ്ട്. ഇൻറ്റേർണൽ പബ്ലിക്കുണ്ട്, എക്സ്റ്റേണൽ പബ്ലിക്കുണ്ട്. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷൻ്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ. അതിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആൾക്കാരെയും എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാരും തമ്മിലും കമ്പനിയും തമ്മിലുള്ള ഒരു ലിങ്കാണ് അവർ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക. പബ്ലിക്കിനെയും, അത് ഇൻറ്റേർണൽ ആവാം എക്സ്റ്റേണൽ ആവാം, ഓർഗനൈസേഷനെയും കൂട്ടിയോജിപ്പിക്കുന്ന ലിങ്കാണ്, ആ ലിങ്കിങ് പ്രോസസ്സാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ അഡോപ്റ്റ്സ് എ കോർപ്പറേറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഡെറിവേഡ് ഫ്രം ദി ലാറ്റിൻ കോർപ്പസ് മീനിങ് ബോഡി ഓർ ദി ഹോൾ. ഇറ്റ് ഡയറക്ട്സ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ടു ഫോക്കസ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് on the problems of the organization as a whole. An organization need to talk the same message to all of its stakeholders in order to transmit coherence, credibility and ethics. Corporate communication enables an organization to build its message, combining its vision, mission and values. It will be also enable the organization to communicate its message, activities and practices to all of its stakeholders. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മാത്രമല്ല, ഒപ്പം തന്നെ ഒരു ക്രെഡിബിലിറ്റി, ഒരു എത്തിക്സ് ഈ സ്ഥാപനത്തിനുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്താനും പറ്റണം. എന്നാലല്ലേ അവർ കമ്പനിയുടെ കൂടെ നിൽക്കുള്ളൂ. നമ്മുടെ കമ്പനി വിശ്വാസ്യതയില്ലാത്തൊരു കമ്പനിയാണെന്ന് തോന്നിയാൽ ജനങ്ങൾ നമ്മുടെ കമ്പനിയുടെ കൂടെ നിൽക്കുമോ? നമ്മളുടെ കമ്പനി സ്റ്റാഫ് തന്നെ നമ്മുടെ കൂടെ നിൽക്കുമോ? സ്റ്റാഫിനൊരു പ്രശ്നം വന്നാൽ കമ്പനി ഇടപെടാനുണ്ടാകും എന്നുള്ള തോന്നലാണ് ഒരു സ്റ്റാഫിനെ ആ കമ്പനിയോട് കൂടുതലായിട്ട് അടുത്ത് നിർത്തുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് CCയെ ഡിഫൈൻ ചെയ്യാമെന്നൊന്ന് നോക്കാം. ഹൗ ക്യാൻ ബി ഡിഫൈൻ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ? Cees Van Riel and Charles Fomburn defines corporate communication as the set of activities involved in managing and orchestrating all internal and external communication aimed at creating
favorable starting point with stakeholders on which the company depends. ഇവിടെ സീസ് വാൻ റീലും ചാൾസ് ഫോംബേണും കൂടി കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവരുടെ അഭിപ്രായത്തിൽ മാനേജിങ് ആൻഡ് ഓർക്കസ്ട്രേറ്റിംഗ് ഓൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ, ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമ്മ്യൂണിക്കേഷനെയും എങ്ങനെ മാനേജ് ചെയ്യും വേണം, എങ്ങനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യും വേണം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ക്രിയേറ്റിംഗ് ഫേവറബിൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓൺ വിച്ച് ദ കമ്പനി ഡിപ്പെൻഡ്സ്. ആരിലാണോ കമ്പനി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്, അതിപ്പോൾ ഷെയർ ഹോൾഡേഴ്സും എംപ്ലോയീസും അതുപോലെ തന്നെ മറ്റുള്ള ചീഫ് ഓഫീഷ്യൽസിന് ഒക്കെ കമ്പനിക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ആരിലൊക്കെയാണോ ഒരു കമ്പനി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് അവരിലേക്കുള്ളൊരു ഫേവറബിൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, അതായത് കമ്പനിയെക്കുറിച്ചൊരു ഗുഡ് വില്ല് ക്രിയേറ്റ് ചെയ്യുക, അതാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇത് തന്നെയാണ് പബ്ലിക് റിലേഷൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു വലിയ കമ്പനിയാണ്, അവരതിനെ വലിയൊരു ക്യാൻവാസിലേക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു എന്ന് മാത്രം. ജോബ് കോൺലിസൺ in his book Corporate Communication, A Guide to Theory and Practice, defines it is in the following manner. Corporate communication is a management function that offers a framework for the effective coordination of all internal and external communication with the all-over purpose of establishing and maintaining favorable reputation with stakeholder group upon which the organization is dependent. ഇപ്പോൾ പറഞ്ഞാൽ അയാൾ ഒന്നും കൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ്, മനസ്സിലായി. ദാറ്റ് ഓഫർ എ ഫ്രെയിം വർക്ക് ഫോർ ദ ഇഫക്റ്റീവ് കോർഡിനേഷൻ, ഇഫക്റ്റീവായിട്ടുള്ളൊരു കോർഡിനേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷനും, ദെൻ വിത്ത് ഓവറോൾ പർപ്പസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിൻ, ഉണ്ടാക്കുകയും വേണം അത് നിലനിർത്തുകയും വേണം. ഫേവറബിൾ റെപ്യൂട്ടേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്ക് എത്താനുള്ളൊരു ഫേവറബിൾ എന്താ ഇവർ പറഞ്ഞിരിക്കുന്നത്, ഫേവറബിൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. ഇവർ പറയുന്നു ക്രിയേറ്റ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും വേണമെന്ന് പറയുന്നു. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ വാസ് ഡിഫൈൻഡ് ബൈ ജാക്സൺ ഇൻ 1987 ആസ് ദി ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റി ജനറേറ്റഡ് ബൈ a company to achieve its planned objectives. ജാക്സൺ എന്ന് പറയുന്ന വ്യക്തി കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷനെ 1987 ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റി ജനറേറ്റഡ് ബൈ എ കമ്പനി ടു അച്ചീവ് ഇറ്റ്സ് പ്ലാൻഡ് ഒബ്ജക്റ്റീവ്സ്. ഒരു കമ്പനി അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടപ്പിൽ വരുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. ബ്ലൗ describes corporate communication as the integrated approach to all communication produced by an organization directed at all relevant target groups. Each item of communication must convey and emphasize the corporate identity. എല്ലാം കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതെല്ലാം റെലവൻ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ഗ്രൂപ്പിലേക്ക് തന്നെയാണ് എത്തേണ്ടത്. ഒപ്പം തന്നെ അതൊരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ടുള്ളതായിരിക്കണം. എന്താണ് ഒരു കോർപ്പറേറ്റ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമായിരിക്കണം അതിലൂടെ കൊടുക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എ കോർപ്പറേറ്റ്. ഒരു കോർപ്പറേറ്റ് ആയിക്കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓഫൺ abbreviated CSR, is a corporation's initiative to assess and take responsibility for the company's effects on environmental and social well-being. സമൂഹ നന്മയ്ക്ക് വേണ്ടിയോ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയോ ഒരു കമ്പനി, ഒരു കോർപ്പറേറ്റ് കുറച്ച് പൈസ മുടക്കുകയോ അല്ലെങ്കിൽ അവർ തന്നെ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയോ ചെയ്താൽ അതിനെയാണ് CSR അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നു. The term generally applies to efforts that go beyond what may be required by
റെഗുലേറ്റേഴ്സ് ഓർ എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. അപ്പോൾ എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലൂടെ അവർ എന്താണോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്, അപ്പോൾ വൃക്ഷങ്ങൾ നട്ട് അവരൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കാം, അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി അവർക്ക് കാണിക്കാം. അതുപോലെ തന്നെ കുറച്ച് നാൾ മുൻപ് ഐ തിങ്ക് സ്റ്റാർ കമ്മ്യൂണിക്കേഷൻസിൻ്റെയോ മറ്റോ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടൊരു പരസ്യം വന്നായിരുന്നു. ഒരു പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാരൻ്റ് കാറിൻ്റെ ചാവി എടുത്തിട്ട് പോവാൻ നോക്കും. അപ്പോൾ ഈ കുട്ടി പറയും, ഞാൻ പഠിക്കുന്നതെല്ലാം മറന്നു പോകുന്നു, പെട്ടെന്ന് എനിക്ക് വയസ്സാകുന്നത് പോലെ എന്ന് പറയുമ്പോഴേക്കും ആ കുട്ടീനെ ഒരു അമ്മാമയാക്കി കാണിക്കും. ആ കാണിച്ചിട്ട് ഇവർ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ഇവർ പറയും, കാറുകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പുകയും മലിനമായിട്ടുള്ള വായുവും ശ്വസിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് വളരെ നേരത്തെ പ്രായമാകുന്നുണ്ടോ? ഒരു ദിവസം വാഹനം ഉപേക്ഷിക്കാം സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി. പൊതുജന താല്പര്യാർത്ഥം സ്റ്റാർ കമ്മ്യൂണിക്കേഷൻസ്. ഒരു ദിവസം വാഹനം ഓടിക്കാതിരിക്കാൻ പറയാണ് നമ്മളോട്. ഈ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും പുകയും വിഷമയമായിട്ട് തീരുന്ന കാർബൺ മോണോക്സൈഡ് പോലെയുള്ള വാതകങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കൈ സഹായം ചെയ്യാനായിട്ട് അവർ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ഇതാണ് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി. കുറച്ചു കാലം മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പരസ്യം ഐഡിയയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, വോട്ടൻ ഐഡിയ സെർജി എന്ന് പറഞ്ഞിട്ട്. പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി മരം കട്ട് ചെയ്ത് മരത്തിൻ്റെ പശു ഉപയോഗിച്ച് പേപ്പർ ഉണ്ടാക്കുന്നു. ആ പേപ്പറിൻ്റെ ഉപയോഗത്തിന് മുഴുവൻ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യുക. കുട്ടികൾ നോട്ടുകൾ ടാബിലും കമ്പ്യൂട്ടറിലൊക്കെ ആയിട്ട് വാട്സപ്പ് വഴി മെസ്സേജ് വഴിയായിട്ട് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പത്രം, ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, അത് നമ്മൾ മൊബൈലിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയോട് കൂടി വായിക്കുക. എന്നിട്ടൊരു വലിയ വൃക്ഷമായിട്ട് അഭിഷേക് ബച്ചൻ നിൽക്കും. എന്നിട്ട് ചിരിച്ചിട്ട് വാട്ടൻ ഐഡിയ സെർച്ച് എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു പരസ്യം ചെയ്തായിരുന്നു. കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. കാരണം ഐഡിയ ഒരു കോർപ്പറേറ്റ് ആണ്. അവർക്ക് ഈ സമൂഹത്തിൽ വൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്നതിനെതിരെ ഒരു ബോധവൽക്കരണം കൊടുക്കാൻ തോന്നി. അത് ഓരോരുത്തരും ഓരോ സബ്ജക്റ്റാണ് സെലക്ട് ചെയ്യുക. ലാർജ് കമ്പനീസ് ആർ immensely powerful entities who can easily overlook the interest of the communities and in certain cases the sovereign nations. Corporations have caused enormous detrimental effects on the environment. Oil spills are some of the most conspicuous examples. Industries as varied as chemical manufacturing, mining, refineries have done permanent damage to local ecosystem. Gwalior Rayons factory at Mavur in Kerala and Sterlite industry in Thoothukudi in Tamil Nadu are few of the Indian examples. അതായത് വലിയ എക്സ്കവേഷൻസ് നടത്തുന്ന റിഫൈനറീസ് പോലെയുള്ള മൈനിങ് നടത്തുന്നവരൊക്കെ പ്രകൃതിക്ക് വളരെ ദോഷകരമായിട്ടുള്ള സംഭവം തന്നെയാണ്. പാറ പൊട്ടിച്ചെടുക്കലും അല്ലെങ്കിൽ ധാതു ലവണങ്ങളൊക്കെ ശേഖരിച്ച് അവരത് ഊറ്റിക്കൊണ്ടു പോകുന്നതൊക്കെ അവിടുത്തെ തനത് സ്വഭാവത്തിനും അവിടുത്തെ തനത് പ്രകൃതിയുടെ നിലനിൽപ്പിന് പോലും ദോഷകരമായിട്ട് ബാധിക്കാവുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് ഇതൊക്കെ ചെയ്ത് കാശുണ്ടാക്കിയിട്ട് ഇവർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എൻവിറോൺമെൻറ്റൽ സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഓരോ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങും. ഇപ്പം ഞാനീ പറഞ്ഞ മൊബൈലിൻ്റെ ഐഡിയയുടെ പരസ്യം പേപ്പറിനെതിരാണെന്ന് പറയുന്നു. അവർ പത്രം ഇറക്കുന്നുണ്ട്, ഐഡിയ, ആദിത്യ ബിർള ഗ്രൂപ്പ് പത്രം ഇറക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രശ്നമില്ല, അപ്പോൾ അവർക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇതാണ് ഒരു വശത്ത് കൂടെ തിന്നാൻ തന്നിട്ട് മറുവശത്ത് കൂടെ കഴുത്തറുക്കുക എന്ന് പറയും. കഴുത്തറുത്താൽ പിന്നെ തിന്നാൻ പറ്റില്ലല്ലോ. അപ്പോൾ തിന്നാൻ കൊടുത്തത് എന്തിനാ? ആൾക്കാരുടെ കണ്ണിപ്പൊടിയുടെ. ഇതാണ് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ കോർപ്പറേറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻ ലൈറ്റ് ഓഫ് ദി ഡാർക്ക് ലെഗസി, സം ഏരിയാസ് ഓഫ് കോർപ്പറേറ്റ് കൾച്ചർ ഹാവ് ബിഗൺ ടു എംബ്രാസ് എ ഫിലോസഫി ദാറ്റ് ബാലൻസസ് ദ പെർസ്യൂട്ട് ഓഫ് profit with the commitment to ethical conduct. The present day CSR is a concept whereby business organization consider the interest of the society by taking responsibility for the impact of their activities
ഓൺ കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, എംപ്ലോയീസ്, ഷെയർ ഹോൾഡേഴ്സ്, കമ്മ്യൂണിറ്റീസ് ആസ് വെൽ ആസ് ദ എൻവിറോൺമെൻറ്റ്. അപ്പോൾ ഇവർ ലാഭമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവർ തന്നെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കുകയാണ് ജനങ്ങളോട്, രാജ്യത്തോട്, അല്ലെങ്കിൽ സൊസൈറ്റിയോട്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി സെസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ചില കോർപ്പറേറ്റുകൾക്ക് ഗവൺമെൻറ് സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട്. കാര്യമൊന്നുമില്ല, അവരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഈ തുകയേക്കാൾ വലിയ തുക സബ്സിഡി ആയിട്ട് എഴുതി തള്ളുക അവരുടെ കടം. സാധാരണക്കാരൻ്റെ കട എഴുതി തള്ള അവിടെ നേരമില്ല. അതൊക്കെ വലിയ ഡിബേറ്റിനുള്ള വിഷയങ്ങളാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നൊരു പ്രോഗ്രാം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. This obligation shows that the organization have to comply with legislation and voluntarily take initiative to improve the well-being of their employees and their families as well as for the local community and society at large. നമ്മളുടെ സമൂഹ നന്മയ്ക്ക് വേണ്ടി, സൊസൈറ്റിയുടെ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ എംപ്ലോയീസിൻ്റെയും മറ്റുള്ളവരുടെയും നല്ല ലൈഫിന് വേണ്ടി അവരൊരു സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവുന്നു, അല്ലെങ്കിൽ അവരൊരു തുക മാറ്റിവെക്കുന്നു, അവരൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നു എന്ന രീതിയിൽ അവരോരോന്ന് ചെയ്യും. ചിലപ്പോൾ ചൈൽഡ് റെസ്പോൺസിബിലിറ്റിയുടെ പേരിൽ ഒരു പാർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പുറത്ത് 100 ഏക്കർ പാടം അവർ നികത്തിയിട്ടുണ്ടാവും. അതിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗത്ത് അടുപ്പിച്ചൊരു പാർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു, കുട്ടികൾക്ക് കളിക്കാൻ, മാനസിക ഉല്ലാസത്തിന് വന്നിരിക്കാൻ. ആഹാ, എത്ര നല്ല മനോഹരമായ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇത് തന്നെയാണ് എല്ലായിടത്തും ചെയ്യുന്നത്. വായുവിനെ മലിനപ്പെടുത്തിയിട്ട് അപ്പുറത്ത് വെള്ളം ഊറ്റിയെടുത്തിട്ട് ഇപ്പുറത്തെ കൂടെ വന്നിട്ട് 4 കിണർ സ്ഥാപിച്ചു കൊടുക്കും, അല്ലെങ്കിൽ 10 വൃക്ഷത്തൈ വെച്ച് പിടിപ്പിക്കും. അപ്പുറത്തൊരു വനം മുഴുവൻ വെട്ടി നിരത്തിയിട്ടുണ്ടാവും. അത് കാണാതിരിക്കാനാണ് ഇപ്പുറത്ത് 10 തൈ നടുന്നത്. Companies can invest in local communities in order to offset the negative impact their operations might have. അവർ നടത്തിയ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ഇപ്പുറത്ത് അവർ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു. A natural resources firm that begins to operate in a poor community might build a school, offer medical services, or improve irrigation and sanitation equipment. CSR simply refers to strategies corporations or firm conduct their business in a way that is ethical and society friendly. ഇത്തരം CSR പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത് ഓരോ കമ്പനികളും ജനങ്ങളുടെ നന്മ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തിക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പാഴ് ശ്രമമാണ്, അല്ലെങ്കിൽ ഒരു പൊറാട്ട് നാടകമാണ് ഈ CSR എന്ന് പറയുന്ന പദ്ധതിയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. In 2014, India enacted a mandatory minimum CSR spending law. Under Companies Act 2013, any company having a net worth of 500 crores or more, or a turnover of 1000 crore, or a net profit of 5 crores must spend 2% of their net profit on CSR activity. ഭയങ്കരമാണ്. 5 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് ഉള്ളൊരു കമ്പനി അതിൻ്റെ 2% നിർബന്ധമായിട്ടും CSR ആക്ടിവിറ്റീസിന് വേണ്ടി ചിലവാക്കിയിരിക്കണം. നമ്മുടെ മണ്ണ്, വെള്ളം, വായു എല്ലാം മലിനപ്പെടുത്തിയിട്ട് അവരുണ്ടാക്കിയ 5 കോടി ലാഭത്തിൽ നിന്ന് 2% ചിലവഴിച്ച് അതിനെ പുനർസൃഷ്ടിക്കാൻ ശ്രമിക്കുക. അവർക്ക് തന്നെ അറിയാം, അതുകൊണ്ട് അതിൻ്റെ ആ വരുത്തിയ നഷ്ടം അവർക്ക് നികത്താൻ കഴിയില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഈ 2% ചിലവാക്കാൻ ഇവർക്ക് യാതൊരു മടിയില്ലാത്തത്. The rule came into effect from 1st April 2014. Several companies in India, both small and big, have launched several initiatives and activities as a part of the CSR. Thus, the public will perceive these companies in a positive light. ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് CSRൻ്റെ ഭാഗമായിട്ടാണ് റിലയൻസ് കമ്പനി ഫുട്ബോൾ അക്കാഡമികൾ സ്ഥാപിക്കുന്നു. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. കുട്ടികൾ കളിച്ചു വളരാൻ വേണ്ടി അവർ നല്ല അക്കാഡമികൾ സൃഷ്ടിക്കുന്നു.
അപ്പുറത്ത് കൂടെ അവർ ISLനെ സ്പോൺസർ ചെയ്ത് ISLൻ്റെ പ്രൊമോട്ടേഴ്സായിട്ട് മാറുന്നു. അതുകൂടാതെ ആ ISL നടത്തുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന വലിയ രീതിയിലുള്ള പരസ്യം, കാരണം ഹീറോ ISL ആണ്, അതിൻ്റെ ടൈറ്റിൽ സ്പോൺസർ റിലയൻസ് ആണെന്ന് അവർ ISLൻ്റെ താഴെ എഴുതി കാണിക്കും. ഇതാണ് റിലയൻസിൻ്റെ ലാഭം എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നൊരു പരിപാടി മാത്രമാണ്. ക്രിട്ടിക്സ് സ്റ്റേറ്റ് ദാറ്റ് CSR ഈസ് മിയർലി വിൻഡോ ഡ്രസ്സിംഗ് ഓർ എ പബ്ലിസിറ്റി സ്റ്റണ്ട്. ഞാൻ പറഞ്ഞ പോയിൻ്റാണ്. വിമർശകർ പറയുന്ന ഏറ്റവും വലിയ പോരായ്മ അതാണ്. ഇതൊക്കെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ്. ടു പ്രൊജക്റ്റ് എ പോസിറ്റീവ് ഇമേജ് ഓഫ് കോർപ്പറേഷൻ. They argue that CSR activity by a company can be an eye wash to the public when the company actually causes irreparable damage to the ecosystem of a community. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ, അവർ ചെയ്യുന്നതിനേക്കാളൊക്കെ മാരകമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അവർ ആ സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഈ ഒരു തുച്ഛമായിട്ട് തുക ചെലവഴിച്ചിട്ട് അവർ ജനങ്ങളുടെ മുൻപിൽ ഞങ്ങളാണ് ഈ ഇക്കോസിസ്റ്റത്തെ സംരക്ഷിക്കുന്നതെന്നുള്ള വലിയ മേനി നടിക്കുകയാണ്. മണ്ടന്മാരായിട്ടുള്ള ആൾക്കാർ ആ കമ്പനി പരിസ്ഥിതി സംരക്ഷിക്കാൻ 5 കോടി രൂപ ചിലവാക്കി, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ചിലവാക്കി. എന്ത് 10 ലക്ഷം? അവരവിടെ 50 കോടി ഉണ്ടാക്കിയിട്ടാണ് ഈ 10 ലക്ഷം കുണുവ ചിലവാക്കണം, അതും അത്രയധികം നശിപ്പിച്ചിട്ട്. കമ്പനീസ് മേ ടൗട്ട് വിൻഡോ ഡ്രസ്സിംഗ് contribution to the greater good while engaging in morally questionable or inherently unsustainable conduct in the background. Google's "Don't be evil" slogan can seem hypocritical when the company engages in the questionable practice of compiling reams of personal data on every customer. ഡോണ്ട് ബി ഈവിൾ, നിങ്ങൾ തിന്മയായി മാറരുത് എന്ന് പറയുന്ന ഗൂഗിൾ പോലും എല്ലാവരുടെയും പേഴ്സണൽ ഡാറ്റകൾ വരെ കളക്ട് ചെയ്ത് അവർക്ക് താല്പര്യമുള്ളവർക്കൊക്കെ അത് വിതരണം ചെയ്യാണ്. എന്നിട്ട് അവർ പറയാണ് നിങ്ങളൊരു തെറ്റായിട്ട് മാറരുത്, തിന്മയായിട്ട് മാറരുതെന്ന്. അതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? അപ്പോൾ അതിനുശേഷം ഇനിയുള്ളത് ഇതിൻ്റെ റിവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. PR ക്യാമ്പയിൻ, ന്യൂസ് ലെറ്റർ, പ്രസ് റിലീസസ്, ഔട്ട്ഡോർ മീഡിയ, ഓറൽ കമ്മ്യൂണിക്കേഷൻ, PRO. PR and Internet, evolution of PR, tools for PR practitioner, code of ethics for PR practitioners, distinguish between PR and corporate communication. PRും corporate communication തമ്മിലുള്ള വ്യത്യാസം നോക്കാം. Define public relation and explain the importance of PR as a tool for image building and reputation management. നമ്മളിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യം തന്നെയാണ്. What are the role and function of a PR practitioner in an organization? അയാളുടെ റോള് പറയുക. PR and advertising are too essential for the success of an enterprise. Discuss. അതിന് നമ്മൾ അഡ്വർടൈസിങ് എന്ന് പറയുന്ന അടുത്ത ചാപ്റ്ററും കൂടി എടുത്തതിന് ശേഷം മാത്രമേ ആ ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ. എലാബറേറ്റ് ദ ഇംപ്ലിക്കേഷൻ ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇംപ്ലിക്കേഷൻ, അതിനെ നടപ്പിലാക്കുന്നതിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ പറയും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അഡ്വർടൈസിങ് ബേസിക്സ് എന്ന് പറയുന്ന നമ്മളുടെ 6th ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുമായിട്ട് എങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കടന്നു വരുന്നു, അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു ചരിത്രം, ഇന്ന് അത് എവിടെ എത്തി നിൽക്കുന്നു, അഡ്വർടൈസ്മെൻറ്റ് ഇന്ത്യയിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഫങ്ഷൻസ് ഓഫ് അഡ്വർടൈസിങ്, ഇഫക്റ്റ് ഓഫ് അഡ്വർടൈസിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിതിലൂടെ ചർച്ച ചെയ്യും. അപ്പോൾ ഈ ചാപ്റ്ററിൽ അഡ്വർടൈസിങ് ബേസിക്സ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. നമ്മളിതിൻ്റെ ഡെഫിനീഷൻ ഓഫ് അഡ്വർടൈസിങ്ങും എവല്യൂഷൻ ഓഫ് അഡ്വർടൈസിങ്ങും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇതിനോടൊപ്പം ചേർത്ത് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നു. സോ അഡ്വർടൈസിങ് ബേസിക്സ്. Advertising is a powerful force and a vital marketing tool helping to sell goods, services, images and ideas through channel of information and persuasion. Advertising has 2 elements, namely marketing and communication process. People usually come into daily contact with many type of advertisements. These make up a large part of leading newspaper and magazines. Similarly, broadcast advertisements, otherwise known as commercials,
interrupt almost every TV and radio programs. നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇൻട്രൊഡക്ഷൻ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. മെയിനായിട്ട് ഇതിൽ പഠിക്കേണ്ട ഒരു കാര്യം ഡിഫൈൻ അഡ്വർടൈസ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചിരിക്കണം. കാരണം ഒരു ഡെഫിനേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. പിന്നെ മെയിനായിട്ട് വരുന്നത് ഫങ്ഷൻസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റും ഇഫക്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റും അതുപോലെ തന്നെ ഒരെണ്ണം കൂടി വരുന്നുണ്ട് ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ പഠിക്കും. ഒപ്പം തന്നെ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ. നമ്മൾ PR ക്യാമ്പയിൻ പഠിച്ച പോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിനും ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കറിയാം TV-യിൽ കാണുന്നതിന് കൊമേഴ്ഷ്യൽസ് എന്നും പത്രങ്ങളിലും മാഗസിൻസിലൊക്കെ കാണുന്നതിന് പരസ്യം എന്നുമാണ് നമ്മൾ സാധാരണ വിളിക്കാറ്. The purpose of most advertising is to sell products or services. Business firms advertise to persuade people to buy their products, often by creating favorable images of their companies. They want the company's name to be known and respected so that their products and services can be more effectively sold. Business concerns also use advertising to win new customers and to increase the volume of sales. അഡ്വർടൈസ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ നടത്തുന്നത്? പ്രധാനമായിട്ടും നമ്മളുടെ കമ്പനിയെക്കുറിച്ചും നമ്മളുടെ പ്രോഡക്ട്സിനെ കുറിച്ചും ജനങ്ങളുടെ ഇടയിൽ ഒരു നല്ല പേര് ക്രിയേറ്റ് ചെയ്യാൻ. രണ്ടാമത്തേത് കമ്പനിയുടെ പേരും പ്രോഡക്റ്റിൻ്റെ പേരും വളരെ ഇഫക്റ്റീവായിട്ട് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രോഡക്റ്റ് സെയിലാക്കാൻ പറ്റും. മൂന്നാമത്തേത് ബിസിനസ് കൺസേൺ യൂസ് അഡ്വർടൈസിങ് ടു വിൻ ന്യൂ കസ്റ്റമേഴ്സ്. പുതിയ കസ്റ്റമേഴ്സിനെ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് ആകൃഷ്ടരാക്കി കൊണ്ടുവരാനും കൂടിയിട്ടാണ് പരസ്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അഡ്വർടൈസിങ് ഈസ് ദ ചീപ്പസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് വേ ടു ഇൻഫോം എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അബൌട്ട് പ്രോഡക്റ്റ് ഓർ സർവീസസ് for sale and to persuade them to buy. For many consumer goods, the volume of sales directly depends on the amount of advertising placed in the media. Advertising reaches people through various forms of mass communication. These media include newspaper, magazine, television, radio, internet, etc. പലവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പരസ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും. ഒരു പരസ്യത്തിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്നത്. ഒന്ന്, ജനങ്ങളെ വിശ്വസിപ്പിക്കുകയാണ്, പെർസ്യൂഡ് ചെയ്യുകയാണ്, തൃപ്തിപ്പെടുത്തുകയാണ്. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്നവരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തേത്, ഡയറക്റ്റ്ലി ആണെങ്കിലും ഇൻഡയറക്റ്റ്ലി ആണെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പരസ്യങ്ങൾ സഹായിക്കുന്നു. Advertisers buy space in newspapers and magazines to publish advertisements. On television and radio, advertisers buy time to broadcast commercial. നമുക്കറിയാത്ത കാര്യമാണല്ലോ. പ്രിൻ്റ് മീഡിയയിൽ സ്പേസ് മേടിക്കും, ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയയിൽ ടൈം മേടിക്കും. On television and radio, advertisers buy time to broadcast commercial. Newspaper and television channel receive largest share of their revenue from advertising. അത് ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പ്രോഗ്രാംസും വാർത്തകളൊക്കെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പരസ്യം കിട്ടുന്നതുകൊണ്ടാണ് ഇന്നത്തെ പല ചാനലുകളും പല പത്രങ്ങളും നടത്തിക്കൊണ്ടു പോകാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഡെഫിനിഷൻ ഓഫ് അഡ്വർടൈസിങ്. നിങ്ങൾ പഠിക്കേണ്ട അഡ്വർടൈസ്മെൻറ്റ് ഡെഫിനേഷനാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. The World Book Encyclopedia defines advertisement as a message designed to promote a product, a service or an idea. ഇത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഇത് പഠിച്ചിട്ട് കാര്യമില്ല. The Advertising Standard Council of India, CSCI, ASCI, Advertising Standard Council of India, ഇന്ത്യയിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണ്. പരസ്യങ്ങളെക്കുറിച്ച് ഞാൻ മുൻപത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങളോടാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒരു പരസ്യത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. മുൻപ് നിങ്ങൾ കണ്ടിട്ടുള്ളൊരു പരസ്യമായിരിക്കും. കല്യാൺ ജ്വല്ലേഴ്സിന് വേണ്ടി അമിതാഭ് ബച്ചനും മഞ്ജു വാര്യരും അഭിനയിച്ചൊരു പരസ്യം.
ഒരു ബാങ്കിൽ അമിതാഭ് ബച്ചൻ ചെല്ലും, എന്നിട്ട് പറയും എനിക്ക് പെൻഷൻ 2 വട്ടം ക്രെഡിറ്റ് ആയി, ഒരെണ്ണം തിരിച്ചു കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ആദ്യം ബാങ്കിൽ ഒരു എംപ്ലോയി ചീത്തയൊക്കെ പറഞ്ഞ് അയാൾ മാറിക്കൂടെ, ഭയങ്കര തിരക്കാന്ന് കണ്ടില്ലേ, പോയി മാനേജറെ കാണണോ എന്ന് പറയും. മാനേജറെ അടുത്ത് ചെല്ലുമ്പോൾ മാനേജർ പറയും ഇതൊക്കെ ആരറിയാനാ, അത് നിങ്ങൾ കയ്യിൽ വെച്ചോന്നേ, തിരിച്ചയക്കാനൊക്കെ വലിയ പാടാന്ന് പറയും. അപ്പോൾ പറയാം ആരറിഞ്ഞില്ലെങ്കിലും എൻ്റെ മനസാക്ഷി അറിയുന്നുണ്ടല്ലോ, വിശ്വാസം അതല്ലേ എല്ലാം. കല്യാൺ ജുവലേഴ്സ് പരസ്യം കഴിഞ്ഞു. ഇതിനെതിരെ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ASCIയിൽ പരാതി കൊടുത്തു. ബാങ്ക് എംപ്ലോയീസ് അങ്ങനെ ചീത്ത പറയുന്നവരല്ല, ഞങ്ങളെ മോശവൽക്കരിച്ചു, മാനേജർ ഒരിക്കലും ഇത്തരമൊരു കള്ളത്തരത്തിന് കൂട്ടു നിൽക്കില്ല, മാനേജറെ മോശവൽക്കരിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ പരാതി കൊടുത്തപ്പോൾ ആ പരസ്യം തന്നെ ആർക്ക് പിൻവലിക്കേണ്ടി വന്നു? കല്യാൺ ജുവലേഴ്സിന് പിൻവലിക്കേണ്ടതായിട്ട്. ഇതാണ് ഇവിടുത്തെ ASCIയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. അവർ അഡ്വർടൈസ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡിഫൈൻ ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് ആസ് എ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്ഡ് ടു ദ പബ്ലിക് ഓർ എ സെക്ഷൻ ഓഫ് ഇറ്റ്, the purpose of which is to influence the opinion or behavior of those whom it is addressed. Any communication which in the normal course would be recognized as an advertisement by the general public would be influenced in this definition, even if it is carried free of charge for any reason. അപ്പോൾ ഇവർ പറയുന്ന ഡെഫിനേഷൻ നോക്കൂ, ഇച്ചിരി വലുതാണ്, പക്ഷേ ഇത് തന്നെ നിങ്ങൾ പഠിക്കണം. ഡിഫൈൻ ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റ് എന്നാൽ ആസ് എ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ, പൈസ കൊടുത്തിട്ട് നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, അഡ്രസ്ഡ് ടു ദ പബ്ലിക് ഓർ എ സെക്ഷൻ ഓഫ് ഇറ്റ്. ഒന്നെങ്കിൽ മൊത്തം പബ്ലിക്കിന് വേണ്ടി, അല്ലെങ്കിൽ മൊത്തം പബ്ലിക്കിലെ ഒരു വിഭാഗം ജനത്തിന് വേണ്ടി. The purpose of which is to influence the opinion or behavior. എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്? അവരുടെ ഒപ്പീനിയനെയും ബിഹേവിയറിനെയും വ്യക്തമായിട്ട് സ്വാധീനിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന പെയ്ഡ് ഫോമിലുള്ള കമ്മ്യൂണിക്കേഷനെ. ദെൻ ഇനിയുണ്ട് ഓഫ് ദോസ് ഹൂം ഇറ്റ് ഈസ് അഡ്രസ്ഡ്. ആരുദ്ദേശിച്ചാണോ ഇത് ഇറക്കുന്നത് അവരിലേക്ക് അത് കൃത്യമായിട്ട് അവരുടെ ഒപ്പീനിയനിലും ബിഹേവിയറിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ AMA ഡിഫൈൻസ് അഡ്വർടൈസിങ് ഇൻ ദിസ് വേ. നിങ്ങൾക്ക് ഇതും പഠിക്കാം, ഇതൊരു നല്ല ഡെഫിനിഷനാണ്. ഒരു പക്ഷേ ASCIയേക്കാൾ സിംപ്ലസ്റ്റ് ഫോമിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് AMA നൽകിയിരിക്കുന്നത്. രണ്ടിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. അഡ്വർടൈസിങ് ഈസ് എനി പെയ്ഡ് ഫോം of non-personal communication and promotion of ideas, goods and services by an identified person. Non-personal presentation of an identified person. Let us discuss the key terms of the above definition. ഈ ഡെഫിനിഷനിൽ ചില കീവേഡ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം പെയ്ഡ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട്. The advertisers buy space and time in print and broadcast media to tell the story of a certain product or service. The important point to be noted here is that an advertisement is not a free service but a paid service. അതാണ് നിർബന്ധമായിട്ടും ആദ്യം വരേണ്ട പോയിന്റ്. ഇറ്റ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ്. ആ പെയ്ഡ് ഫോം എന്നുള്ളത് എന്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു എന്നാണ് അവരിവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ പെയ്ഡ് ഫോമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ വാക്ക് നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ. എന്താ നോൺ പേഴ്സണൽ? പേഴ്സണൽ ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ അല്ല എന്നാണ് പറയുന്നത്. നോക്കാം. പേഴ്സണൽ സെല്ലിംഗ് ടേക്ക് പ്ലേസ് വെൻ എ പേഴ്സണൽ ഫേസ് ടു ഫേസ് പ്രസൻറ്റേഷൻ ഈസ് മെയ്ഡ്. അഡ്വർടൈസിങ് ഈസ് റിപ്രസെൻറ്റഡ് ഇൻ എ നോൺ പേഴ്സണൽ മാനർ ത്രൂ ദ മീഡിയ. ഓക്കെ, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. ചില കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ മാർക്കറ്റിംഗ് സ്കില്ലിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പ്രൊജക്റ്റും അസൈൻമെൻ്റ് ഒക്കെ കിട്ടും, ചില പ്രോഡക്റ്റുകൾ വീട്ടുകളിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ. അപ്പോൾ അവർ വന്നിട്ട് പറയും, സാർ ഇന്ന് പലതരത്തിലുള്ള തേയിലകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്, പക്ഷേ ഈ തേയിലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 2 നുള്ള് തേയില ഇട്ടാൽ 3 ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആവശ്യമായ കടുപ്പം, ആവശ്യമായ രുചി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ, ഈ തേയിലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാർ ഇതിൻ്റെ
500 ഗ്രാമിൻ്റെ പാക്കും ഉണ്ട്, 250 ഗ്രാമിൻ്റെ പാക്കും ഉണ്ട്. 250 ഗ്രാമിന് നിങ്ങൾ മുടക്കേണ്ടത് 100 രൂപയാണെങ്കിൽ 500 ഗ്രാം പാക്കിന് നിങ്ങൾ മുടക്കേണ്ടത് 150 രൂപ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് 500 ഗ്രാമിൻ്റെ പാക്കറ്റ് മേടിക്കുന്നതാണ് എന്തുകൊണ്ടും ലാഭം സാർ. കാരണം അതിൽ കൂടുതലുണ്ട് എന്ന് പറയുന്ന പോലത്തെ കുറേ വാചക കസരത്തുകൾ നടത്തി പേഴ്സണലായിട്ട് ഓരോ പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ വന്ന് അവതരിപ്പിച്ച് നമ്മളോട് വിൽക്കാൻ ശ്രമിക്കും. പക്ഷേ അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെയാണോ? പൃഥ്വിരാജ് മോഹൻലാലൊക്കെ നമ്മുടെ വീട്ടിൽ വരികയാണോ? പൃഥ്വിരാജ് ടി വിയിലൂടെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഇതിലും മികച്ച വസ്ത്രശേഖരം സ്വപ്നങ്ങളിൽ മാത്രം. കല്യാൺ സിൽക്സ്, ഇതിനേക്കാൾ വലിയ കോംബോ സ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ പറഞ്ഞ് ടി വിയിലൂടെ നേരിട്ടല്ലാതെ നോൺ പേഴ്സണലായിട്ട് ഒരു പ്രസൻറ്റേഷൻ നടത്തുന്നു. അടുത്തത് പറഞ്ഞിരിക്കുന്നു ഐഡിയാസ്, ഗുഡ്സ് ആൻഡ് സർവീസസ്. 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്വർടൈസിങ് ഡീൽസ് നോട്ട് ഓൺലി വിത്ത് ദ സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ബട്ട് ഓൾസോ ഐഡിയാസ് ആൻഡ് സർവീസസ്. ഈ പറയുന്ന പരസ്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു പുതിയ ഐഡിയ, ഒരു പുതിയ സർവീസ്. കാരണം സർവീസ് പരസ്യം ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ അറിയോ? നിങ്ങൾ എത്രയോ ഹോസ്പിറ്റലുകളുടെ പരസ്യം കാണുന്നു. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ഏരിയ അല്ലേ? അഹല്യ ഐ ഹോസ്പിറ്റൽ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, എത്രയോ ഹോസ്പിറ്റലുകൾ, എയ്സ്റ്റർ മെഡിസിറ്റി, മിംസ്, ലക്ഷർ ഹോസ്പിറ്റൽ, എല്ലാത്തിനും പരസ്യമുണ്ട്. അപ്പോൾ സർവീസാണ് അവരവിടെ പരസ്യം ചെയ്യുന്നത്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇന്ന സർവീസുകൾ നിങ്ങൾക്ക് വിൽക്കപ്പെടുന്നു. സർവീസായിട്ട് തരികയല്ല, വിൽക്കപ്പെടുന്നു പെയ്ഡ് ഫോമിൽ. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ദെൻ ആൻ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ. ഒരു സ്പോൺസർ ഉണ്ടായിരിക്കണം. കാരണം സ്പോൺസർ ഇല്ലാതെ ഇത് ഇപ്പോൾ അഹല്യ ഹോസ്പിറ്റലിൻ്റെ പരസ്യമാണെങ്കിൽ അഹല്യയുടെ മാനേജ്മെൻറ്റാണ് അതിൻ്റെ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ. അവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഐ ഹോസ്പിറ്റലിൻ്റെ പരസ്യമാണെങ്കിൽ ലെൻസ് ആൻഡ് ഫ്രെയിംസ്, അതിൻ്റെ പരസ്യം വിനീത് നല്ല കണ്ണാടിയൊക്കെ വെച്ച് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി തെളിയിക്കപ്പെടുന്നത് അയാളുടെ ലുക്കിലാണ്. മികച്ച ലുക്ക് നേടിയെടുക്കാൻ ലെൻസ് ആൻഡ് ഫ്രെയിംസിൻ്റെ മികച്ച കണ്ണട ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞൊരു പരസ്യം ചെയ്താൽ ലെൻസ് ആൻഡ് ഫ്രെയിംസിൻ്റെ മാനേജ്മെൻറ്റാണ് അവിടുത്തെ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ. അപ്പോൾ ഒരു സ്പോൺസർ ഉണ്ടായിരിക്കും. പ്രൊപ്പഗാൻഡ ഡെലിബറേറ്റ്ലി മാനിപ്പുലേറ്റ്സ് ഇൻഫർമേഷൻ ഇൻ ഓർഡർ ടു ഇൻഫ്ലുവൻസ് അതർ പീപ്പിൾസ് തോട്ട്, ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ബിലീഫ്സ് എക്സെട്ര. ഓഫൺ ദ പ്രൊപ്പഗാൻഡിസ്റ്റ് റിമൈൻ anonymous and the source of the idea is unknown. Advertising, on the other hand, identifies the source of the opinion and ideas presented. നമ്മളിപ്പോൾ ഒരു പ്രൊപ്പഗാൻഡ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു പക്ഷേ അജണ്ട ആര് സെറ്റ് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവരെ അറിയാൻ സാധ്യതയില്ല. അതിൻ്റെ സ്പോൺസർ എപ്പോഴും ഉള്ളിൽ ഒളിച്ചു നിൽക്കുകയായിരിക്കും. പക്ഷെ അഡ്വർടൈസ്മെൻറ്റിൽ അങ്ങനെയല്ല. അഡ്വർടൈസ്മെൻറ്റ് ഡയറക്റ്റ് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അവിടെ പബ്ലിഷ് ചെയ്യും, അവിടെ റിവീൽ ചെയ്യും. റിവീൽ ചെയ്യാതിരുന്നാൽ പരസ്യം പൂർണ്ണമാവില്ല. അതാണ് 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പെയ്ഡ് ഫോമാണ്, നോൺ പേഴ്സണൽ പ്രസൻറ്റേഷനാണ്, ഐഡിയാസ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് വിൽക്കുന്നത്. ദെൻ ആൻ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ ഉണ്ടായിരിക്കണം. അപ്പോൾ AMAയുടെ ഡെഫിനിഷൻ തന്നെ പഠിക്കുക. അഡ്വർടൈസിങ് ഈസ് എനി പെയ്ഡ് ഫോം of non-personal presentation and promotion of ideas, goods, services by an identified sponsor. വളരെ ഈസി ആയിട്ടുള്ള ഡെഫിനിഷൻ. ഇനി നമുക്ക് എവല്യൂഷൻ പഠിക്കാം. എങ്ങനെയാണ് അഡ്വർടൈസിങ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നത് എന്ന് നോക്കാം. Advertising in ancient and medieval times was primitive when measured by the present day standard, but the basic reason for the employing these techniques was the same, that is to communicate information and ideas to people in order to change an attitude or persuade. ആദ്യ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം ഇന്നത്തെ പരസ്യങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും രണ്ടിൻ്റെയും ഐഡിയ എന്ന് പറയുന്നത് സെയിമാണ്. ഒന്ന്, ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊരു മാറ്റം വരുത്തുക. 2, നമ്മളുടെ പരസ്യങ്ങളിലൂടെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക, പെർസ്യൂഡ് ചെയ്യുക. The word advertising comes from Latin adverto and advertere. Ad means to and vertere means to turn. So, to turn എന്നുള്ളതാണ് അർത്ഥം. Thus, advertising is generally referred to turning to something.
എന്തിലേക്കെങ്കിലും തിരിയാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുക. അതാണ് അഡ്വർടൈസിങ് എന്ന വാക്ക്, അഡ്വർടൈസ്മെൻറ്റ് എന്ന വാക്ക് ഉണ്ടാവാനുള്ള കാരണം. In other words, it meant informing and inviting attention. Shakespeare uses the term advertisement in Henry IV, written around 1590. 1590 ഷേക്സ്പിയർ എഴുതിയ ഹെൻറി ഫോർ എന്ന നാടകത്തിൽ പോലും അദ്ദേഹം അഡ്വർടൈസ്മെൻറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും പഴയ ഒരു ഉപയോഗമാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന വാക്കിന് ഉള്ളത്. Sir Walter Blunt tells the king that Douglas and the English rebels have met at Shrewsbury. The king replies by saying that this advertisement is 5 days old. അപ്പോൾ ഹെൻറി ഫോറിൽ എങ്ങനെയാണത് അഡ്വർടൈസ്മെൻ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വാചകമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം രാജാവിനോട് വന്നിട്ട് സർ വാൾട്ടർ ബ്ലണ്ട് പറയുകയാണ്. അപ്പോൾ രാജാവ് പറയാണ്, ഇതൊക്കെ 5 ദിവസം മുന്നേ അറിഞ്ഞ പരസ്യമാണ്. പരസ്യം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ പെർസ്യൂഡ് ചെയ്യുന്ന ഒരു സംതിങ്, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം അതാണ് അന്ന് അഡ്വർടൈസ്മെൻ്റ് എന്ന വാക്ക് ഷേക്സ്പിയർ ഉപയോഗിക്കാൻ കാരണം. Clearly, he means that this information is 5 days old. The word advertisement is being used in sense of information. അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫർമേഷൻ എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് കണക്കാക്കുന്നത്. അവർ നോളജ് ഓഫ് അഡ്വർടൈസിങ് ഇൻ ആൻഷ്യൻ ടൈംസ് ഈസ് വെരി മെയ്ഗ്. ബാബിലോണിയൻസ്, ഗ്രീക്സ് ആൻഡ് റോമൻസ് എംപ്ലോയ്ഡ് സം ഫോം ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ്. The important form of advertisement used prior to the time of printing presses are given below. ആദ്യ കാലഘട്ടത്തിൽ ബാബിലോണിയൻ, ഗ്രീക്സ്, റോമൻസ് ഒക്കെ പരസ്യം ചെയ്തിരുന്നു. പ്രിൻറ്റിങ്ങിലൂടെയോ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയയിലൂടെയോ ഒന്നല്ല. അപ്പോൾ അവരെങ്ങനെയാണ് പരസ്യങ്ങൾ ചെയ്തിരുന്നത് എന്ന് നോക്കാം. ചില മാതൃകകൾ. ട്രേഡ് മാർക്സ്. സ്കിൽഡ് ക്രാഫ്റ്റ്മെൻ പ്ലേസ്ഡ് their individual marks on goods like vessel, pottery, leather goods, etc. As the reputation of one particular artisan spread by the word of mouth, his or her goods also became popular. അതായത് സ്കിൽഡ് ക്രാഫ്റ്റ്മെൻ പ്ലേസ്ഡ് their individual marks on goods like vessels, pottery and leather goods, etc. അതിപ്പോഴും ചെയ്യുന്നതാണ്. പെയിൻറ്റേഴ്സ് പെയിൻറ്റിങ്ങിൻ്റെ അടിയിൽ അവരുടെ ഒരു സിഗ്നേച്ചർ ഇട്ട് വയ്ക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതെൻ്റെയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അത് അവരുടെ മാത്രം ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണ് എന്ന് പിന്നീട് ആര് ചരിത്രം പരിശോധിച്ചാലും അറിയാൻ പറ്റണം. ചിലപ്പോൾ 2 വാക്കായിരിക്കും. എസ് കെ എന്ന് വെച്ചാൽ ശ്രീ കൃഷ്ണകുമാർ എന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. സംതിങ് ലൈക്ക് ദാറ്റ്. അതാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. അതും ഒരു പരസ്യത്തിൻ്റെ സിമ്പലാണ്. അവരൊരു കലമുണ്ടാക്കി അല്ലെങ്കിൽ ഒരു ഭംഗിയുള്ള ഫ്ലവർ വേസ് ഉണ്ടാക്കി അതിൻ്റെ താഴെ അല്ലെങ്കിൽ സൈഡിൽ അവരെന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ഇട്ട് വെച്ചു. അപ്പോൾ അത് ഇന്ന ആൾ ക്രിയേറ്റ് ചെയ്തതാണ്. അതാണ് പഴയ ഡാവിഞ്ചി, പിക്കാസോ അവരൊക്കെ ചെയ്യുന്നു. പിക്കാസോയുടെ പിയാത്തെ അത് ചെയ്തിട്ട് അദ്ദേഹം അതിൻ്റെ അടിയിൽ പിക്കാസോ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി ആണെന്ന് കാണിക്കാവുന്ന എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ഇട്ട് വയ്ക്കും. അതാണ് ട്രേഡ് മാർക്ക് എന്ന് ആദ്യകാലത്ത് വിളിച്ചിരുന്നു. സൈൻസ്. ഫ്യൂ പീപ്പിൾ കുഡ് റീഡ് ഇൻ ദി ആൻഷ്യൻ ഡേയ്സ് ആൻഡ് മെർച്ചൻസ് യൂസ്ഡ് symbols and signs carved in stone, clay and wood and displayed them prominently to inform customers of the availability of goods. For example, a barrel indicated a wine shop and a boot indicated a shoemaker's shop. അത് ചില സാധനങ്ങൾ ഇപ്പോൾ ഒരു മൊബൈൽ കാണിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും അർത്ഥം അവിടെ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട് എന്നല്ല. ബാർ എന്ന് വലുതാക്കി എഴുതി വയ്ക്കുന്നു. ഇതന്നെയാണ് സയൻസ് എന്ന് പറയുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഫോട്ടോയോ എന്തെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു കാറ് വാഷ് ചെയ്യുന്നതിൻ്റെ പിക്ചർ കൊടുത്തിരിക്കുകയാണ്, അവിടെ ഒരു കാർ വാഷ് ഉണ്ടെന്ന് പറയാതെ പറയാണ്. അതിന് ഓടിയിട്ട് അനൗൺസ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ കാർ വാഷ് ഉണ്ട്, ഇവിടെ കാർ വാഷ് ഉണ്ടെന്ന് വിളിച്ച് പറയണം.
അതാണ് സയൻസ് എന്ന് പറയും. അതിപ്പോഴും നമ്മൾ പലരും ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതി തന്നെയാണ്. ടൗൺ ക്രിയേഴ്സ്. ഇൻ ആൻഷ്യൻ ഈജിപ്ത് ആൻഡ് ഗ്രീസ്, merchants hired town criers, a group of professional criers, to walk through the streets and announce the arrival of ships and cargo. അതായത് പൈസ കൊടുത്ത് ആൾക്കാരെ അറേഞ്ച് ചെയ്യും. അവർ ടൗണുകൾ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇന്ന ഷിപ്പ് വന്നിട്ടുണ്ട്, ഇന്ന സാധനങ്ങൾ വേണ്ടവർ ഷിപ്പ് യാർഡിലേക്ക് ചെല്ലുക. ഇതിങ്ങനെ പറഞ്ഞ് നടക്കാനായിട്ട്. ഇന്ന് പകരം നോട്ടീസ് വിതരണം ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ മാറ്റം. ചിലപ്പോൾ ഇന്ന് മൈക്ക് വാടകയ്ക്ക് എടുത്ത് അനൗൺസ്മെൻ്റ് ആയിട്ട് കൊടുക്കും. റെക്കോർഡ് ചെയ്ത് വെച്ച ഓഡിയോ ജീപ്പിലോ കാറിലോ ഇങ്ങനെ വെച്ചിട്ട് ടൗണുകൾ തോറും നമ്മളിങ്ങനെ അനൗൺസ് ചെയ്ത് നടക്കും. അതിൻ്റെ പഴയൊരു പതിപ്പ് എന്ന് മാത്രം. ദ ഇൻവെൻഷൻ ഓഫ് മൂവബിൾ ടൈപ്പ് by Gutenberg of Germany in 1440 led to the first form of mass advertising. At the end of the 15th century, the first posted advertisement began to appear. These were handwritten announcements, and they were posted up on church and cathedral doors by the clergymen looking for work. Lecturers and teachers were quick to use this medium to announce their services. അപ്പോൾ 1450 ഗുണ്ടൻബർഗ് അദ്ദേഹത്തിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ് കണ്ടെത്തിയതോടുകൂടി അത് അഡ്വർടൈസ്മെൻറ്റിന് വലിയൊരു നേട്ടം നേടിക്കൊടുത്തു. 15th സെഞ്ച്വറി ആയപ്പോഴേക്കും പോസ്റ്റ് ചെയ്യപ്പെടുന്ന അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ കാണാനായിട്ട് തുടങ്ങി. ഒപ്പം തന്നെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ ചില പള്ളികളിലും ചില കത്തീഡ്രൽസിലൊക്കെ ഡോറിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണാൻ തുടങ്ങി. അപ്പോൾ അത് അവർക്ക് വേണ്ട ആൾക്കാരെ വർക്കിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരത് വെക്കുന്നത്. ദീസ് ആഡ്സ് വേർ നോൺ ആസ് സ്ക്യൂസ്. ദേ ലുക്ക് ആൻഡ് if anyone then form. A crude translation of this skews would be, if it pleases any man to buy a Salisbury pie, then let him come to Westminster, where he will find that it is very cheap. അതായത് ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആടിനെ വേണോ, ഇന്ന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു ആടിനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് അതിനെ മേടിക്കാം. അപ്പോൾ ആടിനെ മേടിക്കാൻ തീരുമാനിച്ച ആളാണെങ്കിൽ ആ വാർത്ത കാണുമ്പോൾ അല്ലെങ്കിൽ ആ പരസ്യം കാണുമ്പോൾ അതും കീറിയെടുത്തിട്ട് ആ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലും. അപ്പോൾ അവിടെ അയാൾക്ക് വേണ്ട സാധനം കിട്ടുന്നു. ഇതാണ് ആദ്യകാലത്തെ പരസ്യങ്ങളെന്ന് പറയുന്നത്. ദ സാലിസ്ബറി പൈ വാസ് ആൻ ഇൻസ്ട്രക്ഷൻ ബുക്ക് യൂസ്ഡ് ബൈ ദ പ്രീസ്റ്റ് അറ്റ് ഈസ്റ്റർ. The use of the word advertising in everyday language and in the popular press appeared around the middle of the 17th century. William Caxton, who introduced printing in England, മൂവബിൾ ടൈപ്പിന് പകരം പുതിയൊരു പ്രിൻറ്റിംഗ് പ്രസ് രൂപകൽപ്പന ചെയ്തത് വില്യം കാക്സ്റ്റൺ ആണ്. പ്രൊഡ്യൂസ്ഡ് ദ ഫസ്റ്റ് പ്രിൻറ്റഡ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ഇംഗ്ലീഷ് ഇൻ 1472. 1772 ആദ്യത്തെ പ്രിൻറ്റഡ് അഡ്വർടൈസ്മെൻറ്റ് പുറത്തിറങ്ങി. With the regular publication of newspaper and magazine, advertising became standard feature. Many early advertisements in the US and England paid little attention to truth. They made widely exaggerated claims. ആദ്യകാലത്തിലൊക്കെ UK-ലും US-ലൊക്കെ പരസ്യം ചെയ്തിരുന്ന കമ്പനികളൊക്കെ ഒട്ടും സത്യസന്ധമല്ലാതെ അവരുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് വിൽക്കുന്നതിന് വേണ്ടി മാത്രം ചമച്ചെടുത്ത കുറേ കള്ളങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് പണ്ട് കാലത്ത് പരസ്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പരസ്യത്തിന് തീരെ ക്രെഡിബിലിറ്റി ഇല്ലായിരുന്നു. അങ്ങനെ പതുക്കെ പരസ്യം ക്രെഡിബിളായിട്ട് മാറാനായിട്ട് തുടങ്ങുന്നതാണ് നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അഡ്വർടൈസ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഫങ്ഷൻ ഓഫ് അഡ്വർടൈസിംഗ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.